ഗുഡ് മോർണിംഗ്. നമ്മുടെ സർക്കിൾസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ 2 കോഡ്സ് അതാണ് നമ്മുടെ സബ് ഹെഡിങ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ 2 കോഡുകളെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന എന്തൊക്കെയോ റിലേഷൻസ് ആണ് അതിനകത്ത് വരുന്നത്. നോക്കിക്കേ, 2 കോഡ്സ് ABCD. ആ കോഡ്സ് P എന്ന പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. ലെറ്റ് ദി കോഡ്സ് AB ആൻഡ് CD intersect at P. നമ്മൾ AC-യും BD-യും ജോയിൻ ചെയ്യുന്നു. നമ്മുടെ കോഡുകൾ AB-യും CD-യുമാണ്. അത് P-യിൽ വെച്ച് കട്ട് ചെയ്യുന്നു പരസ്പരം. നമുക്കിതിൻ്റെ എയും സിയും കൂടെയും ബിയും ഡിയും കൂടിയും നമ്മൾ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 2 ട്രയാങ്കിൾസ് കിട്ടും. അപ്പോൾ ട്രയാങ്കിൾസ് നോക്കി, ആ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്താ? ഈ ആംഗിൾ എ എന്ന് പറയുന്നത് BC എന്ന ആർക്കിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്കിലെ ആംഗിളാണ്. അതേപോലെ BC-യുടെ കോംപ്ലിമെൻ്ററി ആംഗിളാണ് ആംഗിൾ D. അതുകൊണ്ട് തന്നെ ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ D. അതേപോലെ AD എന്ന് പറയുന്ന ആർക്കിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്കിലെ ആംഗിളാണ് C. അതേപോലെ AD-യുടെ കോംപ്ലിമെൻ്ററി ആർക്കിലെ ആംഗിളാണ് B. അപ്പോൾ ആംഗിൾ C ഈസ് ഈക്വൽ ടു ആംഗിൾ B. അപ്പം ആംഗിൾ എ ആംഗിൾ ബിയുമായും ആംഗിൾ എ ആംഗിൾ ഡിയുമായും ആംഗിൾ ബി ആംഗിൾ സിയുമായിട്ട് ഈക്വലായി. അപ്പം നോക്കിയേ, ഈ 2 ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ APC, ട്രയാങ്കിൾ BPD, ഈ 2 ട്രയാങ്കിൾസിൻ്റെ 2 ആംഗിൾസ് ഈക്വലായി. മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ നമുക്ക് വേണമെങ്കിൽ പറയാം, എന്താ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരുന്നു. 2 ട്രയാങ്കിൾസിൻ്റെ 2 ആംഗിൾസ് ഈക്വൽ ആയാൽ നമുക്ക് എന്ത് പറയാം? ആ ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. അതാ പറഞ്ഞിരിക്കുന്നത്, 2 angles of triangle APC and triangle BPD are equal. Therefore, triangle APC similar triangle BPD. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം 9ാം ക്ലാസ്സിൽ, വെൻ ട്രയാങ്കിൾസ് ആർ സിമിലർ, 2 ട്രയാങ്കിൾസ് സിമിലർ ആകുമ്പോൾ സൈഡ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ പ്രൊപ്പോർഷണൽ. ഈക്വൽ ആയിട്ടുള്ള ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണ്. അപ്പം നോക്കിക്കേ, എ എന്ന് പറയുന്ന ആംഗിള് അതിന് ഓപ്പോസിറ്റായ PC-യും D എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റായ BP-യും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് സിക്ക് ഓപ്പോസിറ്റായ PA-യും ബിക്ക് ഓപ്പോസിറ്റായ PD-യും തമ്മിലുള്ള റേഷ്യോയ്ക്ക് ഈക്വൽ ആണ്. അതാണ് PC/PB ഇസ് ഈക്വൽ ടു PA/PD. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? PA × PB ഇസ് ഈക്വൽ ടു PC × PD. അപ്പോൾ എന്താ പറയുന്നത്? ഇഫ് 2 chords of a circle intersect within the circle, then the product of the parts of the 2 chords are equal. അതായത് 2 chords ഒരു സർക്കിളിനകത്ത് വെച്ച് ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കോഡുകളുടെ പാർട്ടുകൾ തമ്മിലുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതായത് AB എന്നത് CD-യെ P-യിൽ വെച്ച് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ കോഡിനെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? PA എന്നും PB എന്നും. അതേപോലെ ഈ കോഡിനെ PC എന്നും PD എന്നും. പറഞ്ഞേക്കുന്നത് PA × PB ഈസ് ഈക്വൽ ടു PC × PD. അപ്പം നിങ്ങൾക്കൊരു സംശയം വരും, AB-യും CD-യും ഈക്വൽ ആണോ? ഈക്വൽ ആണെന്നൊന്നുമില്ല, അൺഈക്വൽ ആയിട്ടുള്ളതാകാം. ഏത് 2 കോഡ്സിനും ശരിയാവും. ഏത് 2 കോഡ്സിനും ശരിയാകുന്നതാണ് ഈ റിലേഷൻ. ഇനി ഇതിൽ നിന്നൊരു സ്പെഷ്യൽ കേസാണ് അടുത്തത്. നോക്കിക്കേ, AB എന്ന് പറയുന്നത് ഒരു കോഡ് നമ്മൾ ഡയമീറ്റർ ആയിട്ട് എടുത്തു. അടുത്ത കോഡെന്ന് പറയുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു കോഡ്. അത് ഡയമീറ്റർ ആകാം, ആകാതിരിക്കാം, പ്രശ്നമല്ല. അപ്പോൾ ഒരു കോഡ് ഡയമീറ്റർ ആയിട്ട് എടുത്തു. അടുത്ത കോഡ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോഡാണ് CD. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചത് PA × PB ഇസ് ഈക്വൽ ടു PC × PD. നമ്മളിപ്പോൾ പറഞ്ഞത് വെച്ച് നമുക്ക് എഴുതാം. പക്ഷേ ഡയമീറ്റർ ആയതുകൊണ്ടും ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ടും PC എന്ന് പറയുന്ന ലെങ്തും PD എന്ന് പറയുന്ന ലെങ്തും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് PA × PB ഇസ് ഈക്വൽ ടു PDക്ക് പകരവും PC എന്ന് കൊടുക്കാം. അങ്ങനെ അപ്പോൾ എന്ത് വരും? PA × PB ഇസ് ഈക്വൽ ടു
PC². ഇത് നമുക്ക് സർക്കിൾ, ഫുൾ സർക്കിൾ എന്ന് പറയണമെന്നില്ല, ഒരു സെമി സർക്കിൾ എടുത്തെന്നിരിക്കട്ടെ. AB ഡയമീറ്റർ ആയിട്ടുള്ള ഒരു സെമി സർക്കിൾ എടുക്കുന്നു. ആ സെമി സർക്കിളിലെ AB എന്ന ഡയമീറ്ററിലെ ഒരു പോയിന്റ് ആണ് P. അങ്ങനെയാണെങ്കിൽ ആ Pയിലൂടെയുള്ള പെർപെൻഡിക്കുലർ ആണ് PC. അപ്പം നമുക്ക് PA × PB = PC² എന്ന് പറയും. അപ്പോൾ സർക്കിൾ ഫുള്ളായിട്ട് വേണമെന്നില്ല, അതിൻ്റെ ഒരു സെമി സർക്കിൾ കേസിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ കഴിയും. ആണ് പറഞ്ഞേക്കുന്നത്, the product of parts into which a diameter of a circle is cut by a perpendicular chord is equal to the square of the half of the chord. അതായത് ഒരു ഡയമീറ്റർ, ഒരു കോഡ് പെർപെൻഡിക്കുലർ ആയിട്ട് ഡയമീറ്ററിനെ കട്ട് ചെയ്യുന്നു എങ്കിൽ എന്താണ്, ആ ഡയമീറ്ററിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് തമ്മിലുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കോഡിൻ്റെ ലെങ്തിൻ്റെ ഹാഫിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആണ്. അതാണ് പറഞ്ഞേക്കുന്നത്. PA × PB = PC² എന്നുള്ളത് വേർഡ്സിൽ പറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നോക്കാം. PA × PB = PC × PD. നമ്മൾ PA ലെങ്തും PB ബ്രെഡ്ത്തും ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരച്ചു. നമുക്കിതെല്ലാം അളവുകളാണ്. അതേപോലെ PD ലെങ്തും PC ബ്രെഡ്ത്തും ഉള്ളത്, തീർച്ചയായാലും കുഴപ്പമില്ല, PC ലെങ്തും PD ബ്രെഡ്ത്തും ആയാലും. അപ്പം ഇതിൻ്റെ ഏരിയ എന്ത് വരും, ലെങ്ത് × ബ്രെഡ്ത്ത് അല്ലേ. ഇപ്പം PA × PB. ഇതിൻ്റെതോ PC × PD. അപ്പം നോക്കിക്കേ, ഈ രണ്ട് റെക്റ്റാങ്കിൾസും എങ്ങനെയാണ്, സെയിം ഏരിയ ആണ്. സൈഡ്സിൻ്റെ ലെങ്ത് ഈക്വൽ അല്ല. സൈഡ്സിൻ്റെ ലെങ്ത് ഈക്വൽ അല്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഒരേ ഏരിയ ഉള്ള രണ്ട് റെക്റ്റാങ്കിൾസ് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇത് തന്നെ അടുത്തതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കിയേ. PA × PB = PC². PA ലെങ്തും PB ബ്രെഡ്ത്തും ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരച്ചു. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഏരിയ എന്ത് വരും, PA × PB. ഇനി നമ്മൾ PC സൈഡുള്ള ഒരു സ്ക്വയർ എടുത്തു. അപ്പം അതിൻ്റെ ഏരിയ എന്ത് വരും, സൈഡിൻ്റെ ഒരു സൈഡ് A ആണെങ്കിൽ A², ഒരു സൈഡ് PC ആണെങ്കിൽ PC². അപ്പം നോക്കിക്കേ, ഈ റെക്റ്റാങ്കിളിൻ്റെ സെയിം ഏരിയ ഉള്ള ഒരു സ്ക്വയർ ആണ് നമ്മളിവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷനുണ്ട്, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് ഇത് പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കണേ. ഇനി പേജ് 67 അവിടെയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. 67 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. In the picture, chord AB and CD of the circle are extended to meet at P. അതായത് AB, CD എന്നീ പോയിന്റുകളിലുള്ള കോഡുകൾ എക്സ്റ്റെൻഡ് ചെയ്ത് വെളിയിൽ P എന്ന പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നു. നമുക്ക് 3 പാർട്ടാണ് അത് ചെയ്യാനുള്ളത്. അപ്പം നിങ്ങളോട് ഞാൻ ഇവിടെ PA × PB = PC × PD ഈ പ്രൂഫുകളൊക്കെ പറഞ്ഞു. ഇത് പ്രോബ്ലത്തിനകത്തിൽ 3 പാർട്ടുകളായിട്ട് ചോദിക്കുമ്പോൾ അതിന് ഫസ്റ്റ് പാർട്ടായിട്ട് PA × PB = PC × PD പ്രൂവ് ചെയ്യാൻ ചോദിക്കും. അടുത്തത് ഇതിൻ്റെ 3 അളവുകൾ തന്നിട്ട് 4ാമത്തെ അളവ് PAയും PBയും PDയും തന്നു കഴിഞ്ഞിട്ട് PC കണ്ടുപിടിക്കാൻ ചോദിക്കും. അങ്ങനെയൊക്കെ ആപ്ലിക്കേഷൻ ലെവലിൽ ഇത് 1, 2, 3 പാർട്ടുകളായിട്ട് ഇത് രണ്ടും കേസും ചോദിക്കാറുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സർക്കിളിനകത്ത് വെച്ചല്ല ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കോഡുകൾ സർക്കിളിന് വെളിയിൽ വെച്ചാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ 2 ട്രയാങ്കിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ഏതൊക്കെ? ട്രയാങ്കിൾ APC എന്ന് പറയുന്ന ഈ വലിയ ട്രയാങ്കിളും BPD എന്ന് പറയുന്ന ചെറിയ ട്രയാങ്കിളും. നമ്മൾ ഈ 2 ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ ആംഗിൾ A എന്ന് പറയുന്നത് X ഡിഗ്രി എന്ന് അസ്യൂം ചെയ്യുന്നു. ആംഗിൾ C Y ഡിഗ്രി എന്നും അസ്യൂം ചെയ്യും. ABDC നിങ്ങൾക്ക് മനസ്സിലാകും, കണ്ടാൽ തന്നെ അറിയാം, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആകുമ്പോൾ അതിൻ്റെ ഒരു വെർട്ടെക്സിലെ ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൻ്റെ എക്സ്റ്റേണൽ ആംഗിളിന് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ആംഗിളും X ഡിഗ്രിയാണ്.
അതേപോലെ സി എന്നത് ആംഗിൾ വൈ ആയതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ എക്സ്റ്റേണൽ ആംഗിളായ ഈ ആംഗിളും വൈ ഡിഗ്രിയാണ്. അപ്പം നോക്കിക്കേ, ആംഗിൾ പി രണ്ടിനും കോമൺ ആയിട്ടുള്ള ആംഗിളാണ്. അപ്പം ഈ രണ്ട് ട്രയാങ്കിളിലും നമ്മളോട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടിയല്ലോ. ഏതൊക്കെ ആംഗിൾസാ? ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഡി പി. അതേപോലെ ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ പി ഡി ബി. ആംഗിൾ പി കോമൺ ആംഗിൾ ആണ്. അപ്പോൾ രണ്ട് ട്രയാങ്കിളിൻ്റെയും ആംഗിൾസ് ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടി. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താണ് പറഞ്ഞേക്കുന്നത്? പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എക്സ്റ്റേണലി കട്ട് ചെയ്യപ്പെടും. അപ്പം ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് ട്രയാങ്കിൾസ് എന്താകും? ട്രയാങ്കിൾസ് ആർ സിമിലർ. ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആകും. ട്രയാങ്കിൾസ് സിമിലർ ആകുമ്പോൾ അതിൻ്റെ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് പ്രപ്പോർഷണൽ ആകും. ഏതൊക്കെയാണ് ഈക്വൽ ആംഗിൾസ്? ഇവിടുത്തെ ആംഗിൾ എയും ഇത് എക്സ് ഇതും എക്സ്. അപ്പം ഈ എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഏത് സൈഡാ? പി സി. ഇവിടുത്തെ എക്സിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഏതാ? പി ബി. ഇവിടെ വൈക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഏതാ? പി എ. ഇവിടുത്തെ വൈക്ക് ഓപ്പോസിറ്റ് ഏതാ? പി ഡി. അപ്പോൾ പി എ ബൈ പി ഡി ഇസ് ഈക്വൽ ടു പി സി ബൈ പി ബി. അതായത് ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് പ്രപ്പോർഷണൽ. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇനിയും ചോദിച്ചേക്കുന്നത് ഇഫ് പി ബി ഇസ് ഈക്വൽ ടു പി ഡി, ഇത് ഐസോസിലസ് ട്രപ്പീസിയം ആകുമോ? പി ബി പി ഡിയുമായിട്ട് ഈക്വൽ ആണെങ്കിൽ പി എയും പി സിയും ഈക്വൽ ആകത്തില്ലേ? പി ബിയും പി ഡി ഈക്വൽ ആകുമ്പോൾ ഈ പി ബി ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്ത് രണ്ടും അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? പി എ ഇസ് ഈക്വൽ ടു പി സി. ഇപ്പം പി ബിയും പി ഡിയും ഈക്വൽ ആയാൽ നമുക്ക് എന്ത് പറയാം? പി എ ഇസ് ഈക്വൽ ടു എന്ത്? പി സി. പി എ ഇസ് ഈക്വൽ ടു പി സി. ഈ പി എ എന്ന് പറയുന്നത് പി എയിൽ നിന്നും പി ബി കുറച്ചാൽ പി സിയിൽ നിന്നും പി ഡി കുറയ്ക്കുന്നതിന് തുല്യമായിരിക്കുമല്ലോ അല്ലേ? അതായത് പി ബി ഇസ് ഈക്വൽ ടു പി ഡി ആണ്, പി എ ഇസ് ഈക്വൽ ടു പി സി ആണ്. നമ്മളിതാ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്നു, അത് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്നതിന് ഈക്വൽ ആണല്ലോ. അപ്പോൾ പി എ മൈനസ് പി ബി ഇസ് ഈക്വൽ ടു പി സി മൈനസ് പി ഡി. ഇനി പി എയിൽ നിന്ന് പി ബി കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുന്നത്? നോക്കിക്കേ, എ ബി. അതേപോലെ പി സിയിൽ നിന്നും പി ഡി കുറച്ചാൽ ബാക്കി എന്താ കിട്ടുന്നത്? സി ഡി. അപ്പം നോക്കിക്കേ, എ ബി ഇസ് ഈക്വൽ ടു സി ഡി. അപ്പം ഇവിടെ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അത് അസ്യൂം ചെയ്തപ്പോഴാണ് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ബി ഡി എന്ന ലൈൻ ഈ വലിയ ട്രയാങ്കിളിനെ സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പഠിച്ചിട്ടുള്ളതാണ് എ സി എന്ന് പറയുന്നത് ബി ഡിക്ക് പാരലലാകും. ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളെ സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിന് പാരലലായിരിക്കും. അപ്പോൾ ഈ രണ്ട് സൈഡുകളെയും സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന ലൈനാണ് ബി ഡി. ദിയർഫോർ ബി ഡി മസ്റ്റ് ബി പാരലൽ ടു എ സി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം സിമിലർ ട്രയാങ്കിൾസ് പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ബി ഡി കട്ട്സ് എ പി ആൻഡ് പി സി ഇൻ ദി സെയിം റേഷ്യോ. ദിയർഫോർ എ സി ഈസ് പാരലൽ ടു ബി ഡി. In quadrilateral ABDC, one pair of opposite sides is equal and the non-parallel sides is equal. അതായത് one pair of opposite sides is parallel and the non-parallel sides is equal. Hence ABDC is an isosceles trapezium. അതായത് ഈ ട്രപ്പീസിയം ഐസോസെലസ് നമുക്ക് പ്രൂവ് ചെയ്യാനായിരുന്നു ആവശ്യം. അപ്പോൾ അതിൻ്റെ ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണെന്നും പാരലൽ അല്ലാത്ത സൈഡ്സ് ഈക്വൽ ആണെന്നും നമുക്ക് കിട്ടി. ദാറ്റ് മീൻസ് ABDC ഈസ് ആൻ ഐസോസെലസ് ട്രപ്പീസിയം. ഓക്കെ, എന്തെങ്കിലും മനസ്സിലാകേണ്ട ഒന്നുകൂടെ കണ്ടു നോക്കുക. എന്നിട്ട് ഇത് പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ഈ നോട്ട് എഴുതിയെടുക്കണം.